കൈത്താക്കാലം 4-ാം ഞായർ വചനവിചിന്തനം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നിയമത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കി ഉള്ളിൻ്റെ നന്മയിൽ നിന്നുയരുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുവാനാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുക. വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ച് പഴയ നിയമം, നിയമത്തെ കർത്താവിൻ്റെ സ്വരമായിട്ടാണ് മനസ്സിലാക്കുക. കർത്താവിൻ്റെ സ്വരത്തിലൂടെ തെളിഞ്ഞു വരുന്ന ദൈവഹിതം മനസ്സിലാക്കി ആ ദൈവഹിതത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നിയമാനുഷ്ഠാനം അർത്ഥവത്തായിത്തീരുന്നതും നിയമാനുഷ്ഠാനം ജീവിതബന്ധിയായിത്തീരുന്നതും. ദൈവതിരുമൻ്റെ ആത്യന്തിക ഭാവം നമുക്കറിയാവുന്നതുപോലെ ദയയാണ്. ഈശോ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതെല്ലാം ആത്യന്തികമായി ദൈവത്തിൻ്റെ അടിസ്ഥാന ഭാവമായ കരുണയുടെയും ദയയുടെയും ഭാവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈശോ വിശുദ്ധ ഗ്രന്ഥത്തിലെ വിവിധങ്ങളായ നിയമങ്ങളെ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ച് സാബത്ത് ദിവസം നന്മ ചെയ്യുന്നതിനെ വിമർശിക്കുന്ന പരിസയരോട് ഈശോ പറയുന്നുണ്ട്, സാബത്ത് ദിവസം നന്മ ചെയ്യുമ്പോൾ അതിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതത്തെ മനസ്സിലാക്കി ആ നന്മയെ തിരിച്ചറിയുവാനും സാബത്ത് അനുഷ്ഠാനത്തെ ക്രിയാത്മകമായി വിലയിരുത്തുവാനും സാധിക്കണമെന്ന്. സാബത്ത് ദിവസം വേദന അനുഭവിക്കുന്ന മനുഷ്യന് സഹായം ചെയ്തതിനെ വിമർശിച്ച ഫരിസയരോട് ഈശോ പറയുന്നുണ്ട്, നിന്റെ കഴുതയോ കുതിരയോ കിണറ്റിൽ പോയാൽ നീ അതിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ അതിനേക്കാൾ എത്രയോ വലുതാണ് വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യന് തൻ്റെ നന്മയിലൂടെ, തൻ്റെ നന്മയുടെ പ്രവൃത്തിയിലൂടെ സാബത്ത് ദിവസം അല്പം മെച്ചപ്പെട്ട ജീവിതം കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത്. ദയയില്ലാത്ത അനുഷ്ഠാനത്തിൻ്റെ കർക്കശമായ മാനത്തെയാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥം നിശിതമായി വിമർശിക്കുക. ധാർമ്മികതയും സമാധാനവും ക്രമമായ ജീവിതവും സാധ്യമാക്കുവാനായി നൽകപ്പെട്ട നിയമങ്ങളെ അതിൻ്റെ ചൈതന്യം മനസ്സിലാക്കാതെ അതിനെ തിരസ്കരിക്കുകയും മറിച്ച് നിയമങ്ങളെ കുറെ അർത്ഥമില്ലാത്ത ആചാരങ്ങളും മാമൂലുകളുമാക്കി തരം താഴ്ത്തുകയും ചെയ്ത ഫരിസയരുടെ അർത്ഥമില്ലാത്ത നിയമ വിശകലനത്തെയാണ് ഈശോ ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിശ്ചിതമായി വിമർശിക്കുക. ഒന്ന്, ബാഹ്യമായ ശുദ്ധിയുടെ മാനം. കൈ കഴുകാതെ ഭക്ഷണം കഴിച്ച ശിഷ്യന്മാരുടെ പ്രവൃത്തിയെ ഫ്രീസന്മാർ വിമർശിച്ചപ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ഒരു കുറവാണെങ്കിൽ പോലും അതിനേക്കാൾ വലിയ കുറവാണ് ശുദ്ധിയില്ലാത്ത മനസ്സോടുകൂടി മറ്റുള്ളവരുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നതും അതിനെ നിശിതമായി വിമർശിക്കുന്നതുമെന്ന്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട നന്മയെ നിയമത്തിൻ്റെ പേരിൽ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നിയമം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുന്നതും തെറ്റാണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. മാതാപിതാക്കളെ പ്രായമാകുമ്പോൾ ശരിയായ രീതിയിൽ നോക്കണമെന്ന നിയമത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഞാൻ അവർക്ക് കൊടുക്കേണ്ടത് കർത്താവിന് നേർച്ചയായി കൊടുത്തുവെന്ന് പറഞ്ഞാൽ, കുർബാനായി കൊടുത്തുവെന്ന് പറഞ്ഞ് ആ നിയമത്തിൽ നിന്ന് തലയൂരി മാതാപിതാക്കളെ നോക്കേണ്ട കടമ നിർവഹിക്കാത്തതിനെ ഈശോ നിശ്ചിതമായി വിമർശിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിയമത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കി ശരിയായ രീതിയിൽ നിയമത്തെ വ്യാഖ്യാനിക്കുവാനും ശരിയായ രീതിയിൽ നിയമം മുന്നോട്ട് വയ്ക്കുന്ന നല്ല രീതികളെ മനസ്സിലാക്കുവാനുമാണ് ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പ്രത്യേക വിധത്തിൽ ഉത്ബോധിപ്പിക്കുന്നത്. ആന്തരികത നഷ്ടപ്പെട്ട ആചാരങ്ങളെയും അനുഷ്ഠാന വിധികളെയുമാണ് ഈശോ വിമർശിക്കുക. ക്ഷാളന വിധികൾ ഒരു ജ്വരമായിരുന്ന യഹൂദ മതത്തിലെ ഒരു വിഭാഗത്തോടാണ് ഈശോ പറയുക, ബാഹ്യമായ ക്ഷാളനങ്ങളെക്കാൾ വളരെ പ്രധാനപ്പെട്ടത് ആന്തരികതയിൽ നിന്നുള്ള ഉയർന്നു വരുന്ന നന്മയാണ് എന്ന്. എന്താണ് ഇന്ന് ശേഷം നമുക്ക് തരുന്ന സന്ദേശം? ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അർത്ഥമില്ലാത്ത മാമൂലുകളുടെയും പേരിൽ നാം ആരുടെയും ജീവിതം ദുസ്സഹമാക്കരുത്. നിയമങ്ങൾ സനാതന മൂല്യങ്ങളെ സംരക്ഷിക്കുവാനും സാമൂഹ്യപരമായ ജീവിതത്തെ കൂടുതൽ ക്രമമാക്കുവാനും കൂടുതൽ എളുപ്പമുള്ളതാക്കുവാനുമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിയമത്തിൻ്റെ ചൈതന്യം മറന്ന് നിയമാനുഷ്ഠാനത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതം ദുസ്സഹമാക്കുമ്പോൾ
നിയമത്തെ തെറ്റിദ്ധരിച്ച് നിയമത്തിലൂടെ വിവക്ഷിക്കുന്ന നന്മകളെ മറന്നു പോകുമ്പോൾ, നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിൽ ആരുടെയെങ്കിലും തലയിൽ വലിയ വലിയ ഭാരങ്ങൾ കയറ്റി വയ്ക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലെ വിമർശനം നമ്മെ സംബന്ധിച്ചിടത്തോളവും ഒരർത്ഥം തരുന്ന വിമർശനമായി തീരും. ചിലപ്പോഴെങ്കിലും പള്ളിയിൽ മണിയടിക്കുമ്പോൾ തലകുനിക്കണമെന്ന് പഠിപ്പിക്കുന്ന നാം എന്തിനു വേണ്ടിയാണ് തലകുനിക്കേണ്ടത് എന്നത് പഠിപ്പിക്കുവാൻ മറന്നുപോകുന്നു. ഒരിക്കൽ ഒരു പള്ളിയിൽ വികാരിയച്ഛൻ കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചു, നീ എന്താണ് ഇന്ന് വിശുദ്ധ കുർബാന ഉയർത്തിക്കഴിഞ്ഞപ്പോൾ തലകുനിക്കാതിരുന്നത്? അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അച്ഛാ, ഇന്ന് കുർബാനയ്ക്ക് കൂടിയവൻ മണിയടിച്ചില്ല, മണിയുടെ സ്വരം കേൾക്കുമ്പോൾ തലകുനിക്കണമെന്നാണ് എപ്പോഴും വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നത്. ഇന്ന് മണിയുടെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ഞാൻ തലകുനിക്കുവാൻ മറന്നുപോയി എന്ന് വികാരിയച്ഛനോട് കൊച്ചു കുഞ്ഞ് പറഞ്ഞു. പലപ്പോഴും മണിയുടെ സ്വരം കേൾക്കുമ്പോൾ തലകുനിക്കണമെന്ന ആ ആചാരത്തെ നാം കൃത്യമായി സ്വീകരിക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് മണിയടിക്കുന്നത് എന്നതിൻ്റെ ചൈതന്യം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ആ വലിയ വെല്ലുവിളി, നിയമത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ, ഓരോ നിയമവും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന മൂല്യത്തെ തിരിച്ചറിയുവാൻ, ആ മൂല്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, മൂല്യങ്ങൾക്ക് അതീതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലുകളും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ആവശ്യമില്ലാത്ത രീതികളെ വേണ്ട വിധത്തിൽ തിരസ്കരിക്കുവാനുള്ള ആ വലിയ പ്രവാചക ധർമ്മവും ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാലികമായി ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അത് ജീവിതത്തിലാകട്ടെ ആരാധനാക്രമവിധികളിലാകട്ടെ, അനുഷ്ഠാന വിധികൾക്ക് വേണ്ടി ഓരോ കാര്യത്തിൻ്റെയും അന്തസ്സത്തെ നമ്മൾ ബലി കൊടുക്കുമ്പോൾ ഇന്നത്തെ വിമർശനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വാസ്തവമായി തീരും. പാരമ്പര്യത്തോടുള്ള മമത വിശുദ്ധ ഗ്രന്ഥത്തിലെ മൂല്യദർശനത്തിന് കൂച്ചുവിലങ്ങാകരുത്. അതുപോലെ തന്നെ അനുഷ്ഠാന വിധികളിലുള്ള സൂക്ഷ്മത ബലിയർപ്പണത്തിൻ്റെ ചൈതന്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ പാരമ്പര്യങ്ങളോടുള്ള അമിതമായ മമത സ്നേഹത്തിൻ്റെയും ദയയുടെയും വലിയ പ്രമാണത്തെ ഫലദായകമാക്കി ജീവിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളുടെ നിയമാനുഷ്ഠാനത്തെ ഒരിക്കൽ കൂടി വിശദമായി വിശകലനം ചെയ്യണമെന്നും വേണ്ട തിരുത്തലുകൾ വരുത്തണമെന്നും ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വലിക്കുന്ന ആ വലിയ വെല്ലുവിളിയെ സ്വീകരിക്കുവാൻ, നിയമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം, ആ കൽപ്പന, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നല്ലവനായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.